നമസ്കാരം. ഫങ്ഷൻസിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില ഫങ്ഷനുകളുടെ ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് ചെയ്തത്. അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3x, എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫൈൻഡ് ദ റേഞ്ച് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഫൈൻഡ് ദ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഫംഗ്ഷനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 2 മൈനസ് 3x, എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് പോസിറ്റീവ് വാല്യൂസ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രം എക്സിന് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡൊമൈൻ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ ഡൊമൈനായി തന്നേക്കുന്നു. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു ഫംഗ്ഷൻ്റെ ഒരു ഡൊമൈൻ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡൊമൈനെ ഒന്ന് ചുരുക്കി ചെറുതാക്കാം. അപ്പോൾ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. പോസിറ്റീവ് ആയിരിക്കണമെന്നൊന്നുമില്ല, 0യോ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും എക്സിന് കൊടുക്കാൻ പറ്റും. എല്ലായ്പ്പോഴും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡൊമൈൻ ആ ഫുൾ ഡൊമൈൻ എടുക്കാതെ ഒരു ചുരുക്കിയ ഡൊമൈൻ നമുക്ക് പരിഗണിക്കാം. റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്നൊക്കെ അതിന് പറയും. അങ്ങനെയും നമുക്ക് ഫംഗ്ഷനെ പരിഗണിക്കാം. അപ്പോൾ അത്തരത്തിൽ എടുത്തിരിക്കുകയാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് റേഞ്ച് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3x എന്നെടുത്തു. എഫ് ഓഫ് എക്സിന് പകരം y എന്ന് കൊടുത്തു. y ഇസ് ഈക്വൽ ടു 2 മൈനസ് 3x. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇവിടെ വൈയുടെ വാല്യൂ എക്സിൻ്റെ ടേംസിൽ തന്നിരിക്കുന്നു, അതിനെ തിരിച്ചാക്കുന്നു. എക്സിൻ്റെ വാല്യൂ വൈയുടെ ടേംസിൽ കാണാൻ പോകുന്നു. അതിന് -3x, എക്സ് ടേമിനെ ലെഫ്റ്റിൽ കൊണ്ടുവരിക, എക്സ് ഇല്ലാത്ത ടേമിനെ റൈറ്റിലേക്ക് മാറ്റുക. എക്സ് ടേം -3x ആണ്, അതിനെ ലെഫ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ +3x ആവും. y എക്സ് ഇല്ലാത്ത ടേം ആണ്, അതിനെ റൈറ്റിലേക്ക് മാറ്റുക. അപ്പോൾ -y എന്നാവും. അപ്പോൾ ഇത് -3x ലെഫ്റ്റിൽ പോയി, y റൈറ്റിലേക്ക് പോയി. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 2 മൈനസ് y എന്നാവും. എക്സ് കാണാനായിട്ട് 3 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് y ബൈ 3 എന്നാവും. അപ്പോൾ എക്സിനെ വൈയുടെ ടേംസിലേക്ക് നമ്മൾ മാറ്റി. ഇനി ചിന്തിക്കേണ്ടത് വൈക്ക് എന്തൊക്കെ വാല്യൂ ആകാം. അവിടെയാണ് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് എന്ന് പറയുന്നത് 2 മൈനസ് y ബൈ 3 ആണ്. അപ്പോൾ 2 മൈനസ് y ബൈ 3 ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊരു ഇക്വേഷൻ ആണെങ്കിൽ ഇപ്പോൾ 2 മൈനസ് y ബൈ 3 ഈക്വൽ ടു 0 എന്നാണെങ്കിൽ നമ്മൾ ഇതിനെ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് 2 മൈനസ് y ഈക്വൽ ടു 0, 3 ഇൻറ്റു 0 0 എന്ന് എഴുതും. അതുപോലെ നമുക്ക് ഇനിക്വാളിറ്റിയിലും ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചോണ്ടാൽ മതി. ഈ താഴെ ഒരു നെഗറ്റീവ് നമ്പറാണ് എന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഗ്രേറ്റർ ദാൻ സൈൻ തിരിഞ്ഞ് ലെസ് ദാൻ ആവും. അതെന്തുകൊണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 6th ചാപ്റ്റർ ലീനിയർ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. ഇക്വേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പറാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇനിക്വാളിറ്റിയെ തിരിച്ചാക്കണം. ഇല്ല ഗ്രേറ്റർ ദാൻ ഉണ്ടെങ്കിൽ ലെസ് ദാൻ ആക്കണം, ലെസ് ദാൻ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ആക്കണം. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ചേഞ്ച് ഒന്നും വരുത്തേണ്ടതില്ല. അപ്പോൾ ഇതങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ്. 3 ഇൻറ്റു 0 0 ആവും. അപ്പോൾ 2 മൈനസ് y ഗ്രേറ്റർ ദാൻ 0 എന്നായി. ഇക്വേഷനെ ചെയ്യുന്നത് പോലെ തന്നെ -y ലെഫ്റ്റിലോട്ട് മാറ്റാം. അപ്പോൾ അത് +y എന്നാവുന്നു. 2 ഗ്രേറ്റർ ദാൻ y. 2 ഗ്രേറ്റർ ദാൻ y നമുക്ക് y ലെസ് ദാൻ 2, y സ്മോൾ ലെറ്റർ y ആണ്, y ലെസ് ദാൻ 2 എന്നെഴുതാം. 2 ഗ്രേറ്റർ ദാൻ y തിരിച്ച് y ലെസ് ദാൻ 2. അപ്പോൾ വൈയുടെ വാല്യൂ 2വിനേക്കാൾ ചെറുതാണ്. 2വിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 2വിനേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പോൾ 2വിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങ് പോയി 1 0 -1 -2 -3 അങ്ങ് പോയി അങ്ങ് -∞ വരെയും പോകും. നമുക്കതിനെ അപ്പോൾ ഇങ്ങനെ പറയാം, -∞ മുതൽ 2 വരെ എന്ന് പറയാം. പക്ഷെ 2 ഉൾപ്പെടുന്നില്ല, ലെസ് ദാൻ ആയതുകൊണ്ട് 2 ഉൾപ്പെടുന്നില്ല. 2 ഒഴികെ 2വിനേക്കാൾ ചെറിയ നമ്പേഴ്സ് എല്ലാ വാല്യൂസും വൈക്ക് വരാം. അപ്പോൾ വൈക്ക് എന്തെല്ലാം വാല്യൂസ് വരാം? -∞ മുതൽ 2 വരെയുള്ള വാല്യൂസ് 2 ഉൾപ്പെടാതെ അത്രയും വാല്യൂസ് വൈക്ക് വരാം. വൈ വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച് നമുക്ക് പറഞ്ഞു. അപ്പോൾ ആ റേഞ്ചിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. റേഞ്ച് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ -∞ ടു. ഓപ്പൺ ഇൻ്റർവൽ ആയതുകൊണ്ട് 2 അതിനകത്ത് ഉൾപ്പെടത്തില്ല. -∞ മുതൽ 2 വരെ എന്ന് പറഞ്ഞാൽ 2വിനേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ നമ്പേഴ്സുമാണ്. അങ്ങനെ റേഞ്ച് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ -∞ ടു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്.
അതിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഇവിടെ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y എന്ന് കിട്ടും, അല്ലെങ്കിൽ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അവിടെ y ലെസ് ദാൻ 2 ആകാം, ഈക്വൽ ടു 2 കൂടി ഉൾപ്പെടാമെന്ന് കിട്ടും. അങ്ങനെ കിട്ടിയാൽ 2 കൂടി ഉൾപ്പെടണം. അപ്പോൾ ആ റൈറ്റ് സൈഡിലെ ഇൻ്റർവെല്ല് ഓപ്പൺ മാറ്റി ക്ലോസ്ഡ് ആക്കണം. -∞ റൈറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആക്കണം 2 എന്നുള്ളത്. അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. അപ്പോൾ ഈ 7th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് f of x is equal to 2 minus 3x, x ലെസ് ദാൻ 0. ഇതേപോലെ തിരിച്ച് ചിന്തിച്ചാൽ മതി. x ലെസ് ദാൻ 0 നിങ്ങൾക്ക് സ്വയം ചെയ്യാം. അതുപോലെ ഫൈൻഡ് ദ റേഞ്ച് ഓഫ് f of x is equal to 5 minus 2x, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതും നിങ്ങൾക്ക് ചെയ്യാം. ഈ രണ്ട് പ്രോബ്ലങ്ങളിലും റേഞ്ച് മാത്രമാണ് ചോദിക്കുന്നത്. ഡൊമൈൻ ഒരു ഗിവൺ ഡൊമൈൻ ആണ്. ഇതിനകത്ത് x ലെസ് ദാൻ 0 എന്നും x ദാൻ 0 മീൻസ് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇവിടെ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ 0യും ഉണ്ട്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സും ഉണ്ട്. 9th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f of x is equal to x square. അപ്പോൾ ഈ ഫംഗ്ഷനെ കുറിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ആവർത്തിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് ഡൊമൈൻ, fx വാല്യൂസ് അല്ലെങ്കിൽ y വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് വാല്യൂസിൻ്റെ സെറ്റ് f of x is equal to x square എന്നാണ്. ഫോർ എക്സാമ്പിൾ f of 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1 തന്നെ. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 തന്നെ. f of 2 ആണെങ്കിൽ 2 സ്ക്വയർ എന്ന് വരും, ദാറ്റ് മീൻസ് 4. അപ്പോൾ f of 2 4 എന്ന് വരും. f of 2 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഇമേജ് 4 എന്നാണ്. പക്ഷേ f of 2 മാത്രമല്ല, f of -2ഉം 4 ആണ്. കാരണം f of -2 എടുക്കുമ്പോൾ -2 ദ ഹോൾ സ്ക്വയർ ആണ്, അതും 4 ആണ്. അപ്പോൾ 2ൻ്റെ ഇമേജും 4 ആണ്, -2ൻ്റെ ഇമേജും 4 ആണ്. അതിന് കുഴപ്പമില്ല. രണ്ട് എലമെൻറ്റുകൾക്ക് ഒരേ ഇമേജ് വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് വരാൻ പാടില്ല എന്നേ ഉള്ളൂ. ഒരു എലമെൻറ്റിന് ഒരു ഇമേജേ ആകാവൂ, ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല. പക്ഷേ 2 എലമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ 3 എലമെൻറ്റുകൾക്കൊക്കെ ഒരേ ഇമേജ് വരുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ഫംഗ്ഷനിൽ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം, ഏതൊക്കെ വാല്യൂ കൊടുത്താൽ എഫ് എക്സ് ഡിഫൈൻഡ് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ എഫ് എക്സ് ഡിഫൈൻഡ് ആവാതിരിക്കുമോ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ നോക്കിയാൽ കാണാം എക്സിന് ഏത് വാല്യൂ കൊടുക്കാം. കാരണം എക്സ് സ്ക്വയർ എന്ന ഏത് നമ്പറും നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റുമല്ലോ. 0 ആയാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഏതായാലും സ്ക്വയർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എക്സിന് എന്ത് വാല്യൂ നമുക്ക് കൊടുക്കാം. എക്സ് ക്യാൻ ടേക്ക് എനി റിയൽ വാല്യൂ. അപ്പോൾ ഡൊമൈൻ എന്താവും? എല്ലാ റിയൽ നമ്പേഴ്സും ഡൊമൈനിൽ ഉൾപ്പെടും. അപ്പോൾ ഡൊമൈൻ ഇസ് ഈക്വൽ ടു R. R മീൻസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സും ഡൊമൈനിൽ ഉൾപ്പെടും. ഇനി റേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ വരാം അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറാണ്. അപ്പോൾ എഫ് എക്സിന് എന്ത് വാല്യൂ വരാം എന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയറിന് എന്ത് വാല്യൂ വരാം നോക്കിയാൽ മതി. എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറാണ്. അപ്പോൾ എക്സ് സ്ക്വയറിന് എന്തൊക്കെ വാല്യൂ കിട്ടും അതാണ് റേഞ്ച്. അവിടെ നിങ്ങൾ അല്പം ഒന്ന് ആലോചിക്കുക. എക്സിന് ഞാൻ പറഞ്ഞു എക്സിന് ഏത് റിയൽ വാല്യൂസും കൊടുക്കാമെന്ന് പറഞ്ഞു. ഏത് റിയൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള റിയൽ വാല്യൂസ് ആണുള്ളത്. ഒന്ന് 0, മറ്റൊന്ന് പോസിറ്റീവ് റിയൽ നമ്പർ, മറ്റൊന്ന് നെഗറ്റീവ് റിയൽ നമ്പർ. നിങ്ങൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് 0 സ്ക്വയർ 0 എന്ന് തന്നെ കിട്ടും. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ എഫ് എക്സ് 0 തന്നെ കിട്ടും. ഇനി എക്സിന് ഒരു പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ എക്സിന് 2 എന്ന് കൊടുത്താൽ എഫ് ഓഫ് 2 സ്ക്വയർ 4 കിട്ടും. അതേ വാല്യൂ തന്നെയാണ് എക്സിന് -2 കൊടുത്താലും കിട്ടുന്നത്. അപ്പോൾ 2 കൊടുത്താലും -2 കൊടുത്താലും രണ്ട് കേസിലും എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ 2 സ്ക്വയർ ആയാലും -2 ഹോൾ സ്ക്വയർ ആയാലും 4. ദാറ്റ് മീൻസ് സ്ക്വയർ എടുക്കുന്നത് കൊണ്ട് അത് പോസിറ്റീവ് ആകും. അപ്പോൾ എക്സ് പോസിറ്റീവ് വാല്യൂ വന്നാലും നെഗറ്റീവ് വാല്യൂ വന്നാലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സ്ക്വയർ പോസിറ്റീവായി മാറും. അതുകൊണ്ട് എഫ് എക്സിന് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല. എഫ് എക്സിന് 0 വരാം. എപ്പോഴാണ്? എക്സ് 0 ആയാൽ എഫ് എക്സ് 0 സ്ക്വയർ അപ്പോൾ 0 വരും. ബാക്കി എക്സ് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും എക്സിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എഫ് എക്സ് പോസിറ്റീവേ വരുള്ളൂ. അപ്പോൾ എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ വരാൻ പറ്റും? 0യും പറ്റും, പോസിറ്റീവ് വാല്യൂവും പറ്റും. അപ്പോൾ എഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ ടാൻ ടേക്ക് പോസിറ്റീവ് റിയൽ വാല്യൂസ് ആൻഡ് 0. അപ്പോൾ റേഞ്ചിൽ എഫ് എക്സിൻ്റെ വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. അപ്പോൾ റേഞ്ചിൽ എന്തെല്ലാം വരാം? പോസിറ്റീവ് റിയൽ നമ്പേഴ്സും വരാം, 0യും വരാം. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനോടൊപ്പം 0യും കൂടി ചേരുന്ന സെറ്റാണ്. നമുക്കതിനെ ഇങ്ങനെ എഴുതാം. റേഞ്ച് ഇസ് ഈക്വൽ ടു R പ്ലസ് മീൻസ് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് യൂണിയൻ സെറ്റ് 0. യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലെ എല്ലാ എലമെൻറ്റും കൂടെ ചേരണമല്ലോ. R പ്ലസിലെ എലമെൻറ്റുകൾ മീൻസ് പോസിറ്റീവ് റിയൽ നമ്പറുകളും വേണം, 0യും വേണം. രണ്ടും കൂടെ ചേരുന്ന സെറ്റാണ് യൂണിയൻ. ഇൻ്റർസെക്ഷൻ എന്ന് എഴുതി കളയരുത്. ഇൻ്റർസെക്ഷൻ മീൻസ് കോമൺ ആണ്, യൂണിയൻ ആണ്. അപ്പോൾ എന്താണ് റേഞ്ച്? R
പ്ലസ് യൂണിയൻ സെറ്റ് 0. ആർ പ്ലസ് മീൻസ് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, അതിനോടൊപ്പം സീറോയും കൂടെ ചേരുന്നു, അതാണ് ആർ പ്ലസ് യൂണിയൻ സെറ്റ് 0. അതല്ലെങ്കിൽ ഈ സെറ്റിനെ വേറെ രീതിയിലും എഴുതാം. ഞാൻ പറഞ്ഞല്ലോ സീറോയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സും എന്ന് പറയുമ്പോൾ 0 മുതൽ അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ നമ്പറും ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉൾപ്പെടും, സീറോയും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിന് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെല് 0 ഇൻഫിനിറ്റി എന്ന് എഴുതാം. 0 ഇൻഫിനിറ്റി മീൻസ് 0 മുതൽ ഇൻഫിനിറ്റി വരെ, 0 ഉൾപ്പെടെയാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞാൽ 0യും 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സുമാണ്. അപ്പോൾ റേഞ്ചിനെ നമുക്ക് ഒന്നുകിൽ ആർ പ്ലസ് യൂണിയൻ സെറ്റ് 0 എന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി എന്നോ എഴുതാം. ഇതിൽ രണ്ടും ഒന്ന് തന്നെ, രണ്ട് രീതിയിൽ എഴുതി കാണിച്ചു എന്നുള്ളത്. നിങ്ങൾ രണ്ടും കൂടെ എഴുതേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ ആർ പ്ലസ് യൂണിയൻ സെറ്റ് 0 എന്ന് എഴുതുക, അതല്ല എങ്കിൽ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി എന്ന് എഴുതുക. രണ്ടും ഒരേ സംഭവം തന്നെയാണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സും 0യും ഉൾപ്പെടുന്ന സെറ്റ് എന്നാണ്. രണ്ട് രീതിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഈ എഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയറിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഡൊമൈൻ 6 ആണ്, കാരണം എക്സിന് എല്ലാ റിയൽ നമ്പർ വാല്യൂ കൊടുക്കാം എന്നുള്ളത് കൊണ്ട് ഡൊമൈൻ 6 ആണ്. പക്ഷേ റേഞ്ച് എന്ന് പറയുമ്പോൾ എഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, സ്ക്വയർ ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ 0യും വരാൻ പറ്റും, അതുകൊണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സും 0യുമാണ്. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ് ക്യൂബ് ആയിരുന്നെങ്കിൽ ഡൊമൈന് മാറ്റമൊന്നും വരത്തില്ല, 6 തന്നെയാണ്. പക്ഷേ റേഞ്ച് എടുക്കുമ്പോഴൊരു മാറ്റം വരും, കാരണം എക്സ് ക്യൂബാണ്. ക്യൂബിൻ്റെ പ്രത്യേകത എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ക്യൂബ് പോസിറ്റീവ് ആയിരിക്കും, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ക്യൂബ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ എഫ് എക്സിന് പോസിറ്റീവ് റിയൽ നമ്പറും നെഗറ്റീവ് റിയൽ നമ്പറും 0യും വരാൻ പറ്റും. അവിടെ അങ്ങനെ ആയിരുന്നെങ്കിൽ റേഞ്ച് 6 ആകുമായിരുന്നു, എല്ലാ റിയൽ നമ്പേഴ്സും വരാൻ പറ്റും, അതുകൊണ്ട് റേഞ്ച് 6 ആകുമായിരുന്നു. ഒരു ചോദ്യം കൂടി, റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് 3. നമുക്ക് ഈ എഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ നമ്മൾ ചെയ്തത് ഓർമ്മയുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ എഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് 3 പറയാം. ഡൊമൈൻ പറയാൻ എളുപ്പമാണ്, കാരണം എക്സിന് ഏത് വാല്യൂ നമുക്ക് കൊടുക്കാം. എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് ഡൊമൈൻ, ഏത് വാല്യൂവും എക്സിന് കൊടുക്കാം, അതുകൊണ്ട് ഡൊമൈൻ 6 തന്നെയാണ്. ഇനി റേഞ്ച് എന്ന് പറയുമ്പോൾ എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എക്സിന് എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കാം. എല്ലാ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 കൊടുക്കാം, പോസിറ്റീവ് റിയൽ നമ്പർ കൊടുക്കാം, നെഗറ്റീവ് റിയൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ആ 3 കൊടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ എക്സിന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സ് 0 എന്ന് കൊടുത്താൽ എഫ് എക്സ് എന്ത് വരും? എഫ് എക്സ് വരാൻ പോകുന്നത് 0 സ്ക്വയർ പ്ലസ് 3 എന്നാണ്. 0 സ്ക്വയർ 0 ആണ്, അപ്പോൾ 0 പ്ലസ് 3 എന്നാണ്, 3 ആവും. അപ്പോൾ എക്സ് 0 കൊടുത്താൽ എഫ് എക്സ് 3 എന്ന് കിട്ടും. ഇനി എക്സിന് ഏതെങ്കിലും ഒരു പോസിറ്റീവ് വാല്യൂ കൊടുത്താലോ? എക്സ് സ്ക്വയർ പ്ലസ് 3 എന്നാ. എക്സിന് ഒരു പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. എക്സ് സ്ക്വയർ പോസിറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് വാല്യൂ പ്ലസ് 3 എന്നാ. പോസിറ്റീവ് വാല്യൂ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 3യേക്കാൾ വലിയ നമ്പറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് 1 ആണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 3, 1 സ്ക്വയർ 1, 1 പ്ലസ് 3 4. എക്സ് 2 ആണെങ്കിൽ എഫ് ഓഫ് 2 ആണ്, 2 സ്ക്വയർ പ്ലസ് 3 7. അപ്പോൾ കിട്ടുന്നതെല്ലാം 3യേക്കാൾ വലിയ വാല്യൂ ആണ്, കാരണം എക്സ് സ്ക്വയർ പ്ലസ് 3യോടെ എക്സ് സ്ക്വയർ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ 3യേക്കാൾ വലിയ വാല്യൂ ആണ്. എവിടെ വരെ പോകാം? എക്സ് അങ്ങ് ഇൻഫിനിറ്റി വരെ പോകാമല്ലോ. ആ എക്സ് കൂടുന്നതനുസരിച്ച് ഈ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും, ആ എഫ് എക്സും അങ്ങ് ഇൻഫിനിറ്റി വരെയും പോകും. അപ്പോൾ എക്സ് പോസിറ്റീവ് വാല്യൂ കൊടുത്തപ്പോഴാണ്. ഇനി എക്സ് നെഗറ്റീവ് വാല്യൂ കൊടുത്താലോ? നെഗറ്റീവ് വാല്യൂ കൊടുത്താലും എക്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂവിൻ്റെ സ്ക്വയർ പോസിറ്റീവാണ്, അപ്പോൾ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആകും. അപ്പോഴും പോസിറ്റീവ് വാല്യൂ പ്ലസ് 3 എന്നാവും, അപ്പോഴും 3യേക്കാൾ കൂടുതലാണ്. അപ്പോൾ എക്സ് നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും എഫ് എക്സിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണെന്നുള്ളത് കൊണ്ട് എഫ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ പ്ലസ് 3 എന്ന് വരികയും അത് 3യേക്കാൾ കൂടുതലാവുകയും ചെയ്യും. അത് എക്സ് കൂടുന്നതിനനുസരിച്ച് എഫ് എക്സ് അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. എക്സിന് 0 വന്നാൽ എക്സിന് 0 എന്ന് കൊടുത്താൽ എഫ് എക്സ് 3 ആവും. എഫ് എക്സ് പോസിറ്റീവോ നെഗറ്റീവോ കൊടുത്താൽ എഫ് എക്സ് 3യേക്കാൾ വലുതാകും. അപ്പോൾ എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ വരാം? 3 വരാം, 3യേക്കാളും വലിയ വാല്യൂസ് വരാം. എവിടെ വരെ പോകാം? ഇത് ഇൻഫിനിറ്റി വരെയും പോകാം. എക്സ് വലുതാവുന്നതനുസരിച്ച് എഫ് എക്സ് അങ്ങ് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസാണ് എഫ് എക്സിന് വരാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എക്സ് 0 വന്നാൽ എഫ് എക്സ് 3 എന്ന് കിട്ടും. ഇഫ് എക്സ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആവും. അങ്ങ് ഇൻഫിനിറ്റി വരെ പോകാം. അപ്പോൾ 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എഫ് എക്സിൻ്റെ വാല്യൂസ്. അതുകൊണ്ട് എഫ് എക്സിൻ്റെ റേഞ്ച്, ഡൊമൈൻ അല്ല, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ഡൊമൈൻ എന്നുള്ളതിന് പകരം റേഞ്ച് എന്നാക്കണം. റേഞ്ച് ഈസ് ഈക്വൽ ടു
ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി. ആ ക്ലോസ്ഡ് എടുക്കാൻ കാരണം 3 കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി, അല്ലെങ്കിൽ 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ എഴുതുന്നത്. ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. ഇത്രയും പ്രോബ്ലം കൊണ്ട് നമ്മൾ ഈ ക്ലാസ് നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ഇനിയും കൊണ്ടുവരുന്ന കുറച്ച് പ്രോബ്ലങ്ങളൂടെ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ ഡൊമൈൻ ആൻഡ് റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നമുക്കൊരു മാർക്ക് സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഒരല്പം ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. ഇതുവരെയുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു പോയിരുന്നതാണ്. പക്ഷേ ഇത് അങ്ങനെ സിമ്പിളല്ല. നമ്മൾ അല്പം ആലോചിക്കാനുണ്ട്. നല്ലതുപോലെ ചിന്തിച്ചില്ലെങ്കിൽ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് ഈ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.